ഹായ് ഗെയ്സ്, സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പുതിയ ഒരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ആശയവിനിമയത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ആശയമാണ് മൈറ്റ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. മീൻസ് മൈറ്റ് ഹാവ് എന്നുള്ളതിന് ശേഷം വെർബിന്റെ V3 ഫോം ഉപയോഗിക്കുന്ന ഒരു ആശയം. ഇവിടെ ഒരു എക്സാമ്പിളിന് നമുക്ക് ഡു എന്നുള്ളതിന്റെ V3 ഫോം എന്താണ്? ഡു, ഡിഡ്, ഡൺ. അപ്പോൾ മൈറ്റ് ഹാവ് ഡൺ എന്നാണെങ്കിൽ ഈ ആശയത്തിന്റെ മീനിങ് ചെയ്തു കാണുമായിരിക്കും എന്നതാണ്. ഓക്കെ, ചെയ്തു കാണുമായിരിക്കും. നമുക്കിനി ഈ ഒരു ആശയത്തെ എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. മൈറ്റ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ മീൻസ് വെർബിന്റെ V3 ഫോം, മീനിങ് ചെയ്തു കാണുമായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഹി മൈറ്റ് ഹാവ് ഗോൺ. ഇവിടെ ഗോൺ എന്നുള്ളത് V3 ഫോം ആണ്. ഗോ, വെന്റ്, ഗോൺ. ഗോ എന്നുള്ളതിന്റെ V3 ഫോം ആണ് ഗോൺ എന്നുള്ളത്. ഹി മൈറ്റ് ഹാവ് ഗോൺ. എന്താണ് ഈ സെന്റൻസിന്റെ അർത്ഥം? അയാൾ പോയി കാണുമായിരിക്കും എന്നതാണ്. അയാൾ പോയി കാണുമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം പോയി കാണുമായിരിക്കും. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഹി മൈറ്റ് നോട്ട് ഹാവ് ഗോൺ. വാട്ട് ഡസ് ഇറ്റ് മീൻ? അയാൾ പോയി കാണുകയില്ലായിരിക്കും. ഹി മൈറ്റ് നോട്ട് ഹാവ് ഗോൺ. അയാൾ പോയി കാണുകയില്ലായിരിക്കും. മുകളിൽ പറഞ്ഞ പോസിറ്റീവ് സെന്റൻസിന്റെ നെഗറ്റീവ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. മൈറ്റിനു ശേഷം ഒരു നോട്ട് മാത്രം ആഡ് ചെയ്താൽ മതി. അടുത്തൊരു സെന്റൻസ് നോക്കാം. ഷീ മൈറ്റ് നോട്ട് ഹാവ് ഗോട്ട് ദ ബസ്. എന്താണ് ഈ ഒരു സെന്റൻസിന്റെ മീനിങ്? ഒരു പക്ഷേ അവൾക്ക് ബസ് കിട്ടിക്കാണില്ലായിരിക്കും. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കുക, ഷീ മൈറ്റ് നോട്ട് ഹാവ് ഗോട്ട് ദ ബസ്. ഒരു പക്ഷേ അവൾക്ക് ബസ് കിട്ടിക്കാണുമായിരിക്കില്ല എന്നതാണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്തൊരു സെന്റൻസ് നോക്കാം. ദ എക്സാം മൈറ്റ് ഹാവ് ബിഗൺ. ബിഗിൻ എന്നതിന്റെ V3 ഫോം ആണ് ബിഗൺ എന്നുള്ളത്. ദ എക്സാം മൈറ്റ് ഹാവ് ബിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പരീക്ഷ തുടങ്ങിക്കാണുമായിരിക്കും എന്നതാണ്. പരീക്ഷ തുടങ്ങിക്കാണുമായിരിക്കും. ദ എക്സാം മൈറ്റ് ഹാവ് ബിഗൺ. ഓക്കെ, നിങ്ങൾക്ക് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് എഴുതിയെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല. അപ്പം നിങ്ങൾ ഈ ലെസൺ നിർത്തി നിങ്ങളൊരു നോട്ട്ബുക്കിലോട്ട് എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക, സെന്റൻസും അതിൻ്റെ മീനിങ്ങും. എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. എൻ്റെ ഓരോ ലെസൺസിൻ്റെയും പ്രത്യേകത നിങ്ങൾ നന്നായിട്ട് നോട്ട് കീപ്പ് ചെയ്യണം. വീണ്ടും അത് വായിച്ച് മനസ്സിലാക്കണം, പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സെന്റൻസ് നോക്കാം. ഹി മൈറ്റ് ഹാവ് ഹിയർഡ് അസ്. എന്താണ് ഈ സെന്റൻസിന്റെ അർത്ഥം? നമ്മൾ പറഞ്ഞത് അയാൾ കേട്ടു കാണും എന്നതാണ്. ഹി മൈറ്റ് ഹാവ് ഹിയർഡ് അസ്. നമ്മൾ പറഞ്ഞത് അയാൾ കേട്ടു കാണും. ഒന്നുകൂടി പറയാം. ഹി മൈറ്റ് ഹാവ് ഹിയർഡ് അസ്. നമ്മൾ പറഞ്ഞത് അയാൾ കേട്ട് കാണും. അടുത്ത ഒരു സെന്റൻസ് നോക്കാം. രാജു മൈറ്റ് ഹാവ് ടോൾഡ് ഹെർ സംതിങ് ഇൻഡീസെന്റ്. രാജു മൈറ്റ് ഹാവ് ടോൾഡ് ഹെർ സംതിങ് ഇൻഡീസെന്റ്. എന്താണ് ഇതിന്റെ അർത്ഥം? രാജു ഒരു പക്ഷേ അവളോട് അപമര്യാദയായി എന്തെങ്കിലും പറഞ്ഞു കാണുമായിരിക്കും. രാജു മൈറ്റ് ഹാവ് ടോൾഡ് ഹെർ സംതിങ് ഇൻഡീസെന്റ്. രാജു ഒരു പക്ഷേ അവളോട് അപമര്യാദയായി എന്തെങ്കിലും പറഞ്ഞു കാണുമായിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു സെന്റൻസ് നോക്കാം. ഇറ്റ് മൈറ്റ് ഹാവ് റൈൻഡ് ദർ. എന്താണ് ഇതിന്റെ അർത്ഥം? ചിലപ്പോൾ അവിടെ മഴ പെയ്തു കാണുമായിരിക്കും. ഇറ്റ് മൈറ്റ് ഹാവ് റൈൻഡ് ദർ. ചിലപ്പോൾ അവിടെ മഴ പെയ്ത് കാണുമായിരിക്കും. റൈൻ എന്നുള്ളതിന്റെ V3 ഫോം ആണ് ഇവിടെ റൈൻ എന്നുള്ളത് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത സെന്റൻസ്. ഷീ മൈറ്റ് ഹാവ് സീൻ മീ ഗോയിങ് ദർ. ഷീ മൈറ്റ് ഹാവ് സീൻ മീ ഗോയിങ് ദർ. എന്താണ് ഇതിന്റെ അർത്ഥം? ഞാൻ അവിടെ പോകുന്നത് ചിലപ്പോൾ അവൾ കണ്ടു കാണും. ഷീ മൈറ്റ് ഹാവ് സീൻ മീ ഗോയിങ് ദർ. ഞാൻ അവിടെ പോകുന്നത് ചിലപ്പോൾ അവൾ കണ്ടു കാണും.
അടുത്ത സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. മൈ ഫാദർ മൈറ്റ് നോട്ട് ഹാവ് നോട്ടീസ്ഡ് ഇറ്റ്. എന്താണ് ഇതിന്റെ അർത്ഥം? എൻ്റെ അച്ഛൻ ഒരു പക്ഷേ അത് ശ്രദ്ധിച്ചു കാണില്ല. നെഗറ്റീവ് സെന്റൻസ് ആണ്. മൈ ഫാദർ മൈറ്റ് നോട്ട്, ശ്രദ്ധിക്കുക, മൈറ്റ് നോട്ട് ഹാവ് നോട്ടീസ്ഡ് ഇറ്റ്. എൻ്റെ ഫാദർ ഒരു പക്ഷേ അത് ശ്രദ്ധിച്ചു കാണില്ല എന്നതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. അടുത്തൊരു സെന്റൻസ് നോക്കാം. മൈറ്റ് ഹി ഹാവ് സീൻ അസ്. എന്താണ് ഇതിന്റെ അർത്ഥം? അയാൾ നമ്മളെ കണ്ട് കാണുമോ? ചോദ്യമാണിത്. ഓക്കെ, മൈറ്റ് ഹി ഹാവ് സീൻ അസ്. അയാൾ നമ്മളെ കണ്ട് കാണുമോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സെന്റൻസ് നോക്കാം. മൈറ്റ് ഷീ ഹാവ് ഗോട്ട് ദ ബസ്. ഇതും ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു പക്ഷേ അവൾക്ക് ബസ് കിട്ടിക്കാണുമായിരിക്കുമോ? ഒരു പക്ഷേ അവൾക്ക് ബസ് കിട്ടിക്കാണുമോ? മൈറ്റ് ഷീ ഹാവ് ഗോട്ട് ദ ബസ്. ഒന്നുകൂടി മീനിങ് പറയാം. ഒരു പക്ഷേ അവൾക്ക് ബസ് കിട്ടിക്കാണുമായിരിക്കുമോ? ഇനി നമുക്ക് അടുത്തൊരു സെന്റൻസ് നോക്കാം. വേർ മൈറ്റ് ദേ ഹാവ് റീച്ച്ഡ് ബൈ നൗ. ഒന്നുകൂടി വായിക്കാം. വേർ മൈറ്റ് ദേ ഹാവ് റീച്ച്ഡ് ബൈ നൗ. ഇപ്പോൾ അവർ എവിടെ എത്തിക്കാണുമോ ആവോ. ഇപ്പോൾ അവർ എവിടെ എത്തിക്കാണുമോ ആവോ എന്ന് നമ്മൾ മലയാളത്തിൽ പലപ്പോഴും സംസാരിക്കാറുണ്ട്. അതിന്റെ ഇംഗ്ലീഷ് ആണ് വേർ മൈറ്റ് ഹാവ് ദേ ഹാവ് റീച്ച്ഡ് ബൈ നൗ. ഒന്നുകൂടി പറയാം. വേർ മൈറ്റ് ദേ ഹാവ് റീച്ച്ഡ് ബൈ നൗ. ഇനി നമുക്ക് അടുത്ത ഒരു സെന്റൻസ് നോക്കാം. വാട്ട് ടൈം മൈറ്റ് ഹി ഹാവ് ഗോൺ. അയാൾ എത്ര മണിക്കായിരിക്കുമോ പോയത്? വാട്ട് ടൈം മൈറ്റ് ഹി ഹാവ് ഗോൺ. അയാൾ എത്ര മണിക്കായിരിക്കുമോ പോയത്? ഇത് നിങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോട്ട് എഴുതി നന്നായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആശയങ്ങൾ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ നിങ്ങളുടെ ലാംഗ്വേജ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഓൾ മൈ ലെസൺസ്. നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി സഹായിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മൈ ഓൾ ലെസൺസ്.